കെ സുധാകരനെ സന്ദർശിച്ച് മുൻ CPI നേതാവും തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി TK ഗോവിന്ദൻ സുധാകരന്റെ നടാലിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, TK ഗോവിന്ദനെ UDF പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് കൊയ്യം ജനാർദ്ദനൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. തളിപ്പറമ്പിൽ വളരെ ജയസാധ്യത ഉണ്ടാകുമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെടുത്ത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സുധാകരന്റെ ഒരു രംഗപ്രവേശം ഈ കൊയ്യം ജനാർദ്ദനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും. ദിവിഷ്, എന്തായാലും വിമത ഭീഷണി തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം തളിപ്പറമ്പിലേക്ക് ഈ രീതിയിൽ TK ഗോവിന്ദൻ UDF സ്ഥാനാർത്ഥിയായി എത്തുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഈ രീതിയിലൊരു വിമത ഭീഷണി ഉണ്ടാകുന്നു. മാത്രമല്ല, കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒട്ടനേകം വോട്ടർമാരൊക്കെ ഉണ്ട്. അവരെ അപ്പോൾ സംയമനത്തോടു കൂടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കെ സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ കെ സുധാകരൻ എന്തായാലും കോൺഗ്രസ് നേതൃത്വവുമായി ഉണ്ടായ ആ ഒരു ഇടഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ സാധാരണ രീതിയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ പ്രചരണത്തിനായി അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് കൂടി ഇനി ഈ രീതിയിൽ പ്രചരണത്തിനായി എത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും TK ഗോവിന്ദനെ സംബന്ധിച്ച് പൊയ്യൻ ജനാർദ്ദനെ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ രീതിയിലൊരു റിബൽ ഭീഷണി മുഴക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ഇനി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മത്സരരംഗത്ത് നിന്ന് മാറ്റുക, പിന്മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി കെ സുധാകരൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി TK ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്.